നമസ്തേ. നമസ്തേ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന പേഴ്സണാലിറ്റി സാക്ഷി അമ്മയാണ്. അമ്മ കണ്ണൂർ തലശ്ശേരി സ്വദേശിയാണ്. ഒരു ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അമ്മയ്ക്ക്. ഒരു സൈറ്റിൻ്റെ ഒക്കെ ഒരു ഇഷ്യൂ ഉണ്ട്. ബട്ട് പ്രൊവൈഡഡ് അതർ ദാൻ ഷീ ഈസ് ഓക്കെ. ബാക്കി എല്ലാ കാര്യങ്ങളിലും അമ്മ ഓക്കെയാണ്. അമ്മയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമ്മയ്ക്ക് ഈ സ്വപ്നത്തിലൂടെയും മെഡിറ്റേഷനിലൂടെയും പല പല മണ്ഡലാസും ജോമെട്രിക് ഉള്ള പല പല ഡിസൈൻസ്, അതായത് പ്രപഞ്ചത്തിൻ്റെ പല രഹസ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ജോമെട്രിക് ഡിസൈൻസ് ആൻഡ് മണ്ഡലാസ് സ്വപ്നത്തിലൂടെയും മെഡിറ്റേഷനിലൂടെയും അമ്മയ്ക്ക് റിവീലായി കിട്ടുന്നുണ്ട്. അത് അമ്മ കറക്റ്റായിട്ട് അത് വരച്ചും കാണിക്കുന്നുണ്ട്. ഒരു പരിധി വരെ എനിക്കത് എല്ലാവർക്കും ഫുള്ളായിട്ട് അത് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതുപോലുള്ള രഹസ്യങ്ങളാണ്, പ്രപഞ്ച രഹസ്യങ്ങളാണ്. ചില കേസുകളൊക്കെ അമ്മ ഇതിനു മുമ്പ് എന്നെ കാണിച്ചിട്ടുള്ളതെല്ലാം അതിൽ 1-2 ഏരിയ, കുറച്ച് 0.001% എന്ന് വേണേൽ പറയാം, ഒക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് യോഗിക്കലി. അത് കംപ്ലീറ്റ് ഡീകോഡ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ നമുക്ക് ഇന്ന് സാക്ഷി അമ്മയെ പറ്റി കൂടുതൽ അറിയാം. അമ്മയെ വെൽക്കം. അമ്മയെ പറ്റി എന്തെങ്കിലും ഒരു ബേസിക് ഒരു ഇൻട്രൊഡക്ഷൻ പറയുമോ? എന്നിട്ട് നമുക്ക് പല ഏരിയയിലേക്ക് പോവാം. കുട്ടിക്കാലം മുതല് സ്വപ്നങ്ങളിലെ കൂടെ പല ദൃശ്യങ്ങൾ എനിക്ക് കാണിച്ചു തരും. കുട്ടിക്കാലം തൊട്ട് തന്നെ, അതൊരു 6ാം ക്ലാസ്സെല്ലാം പഠിക്കുമ്പോൾ തൊട്ടിട്ട്. അതിന് കാരണം എനിക്ക് തോന്നുന്നത്, 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വെക്കേഷൻ സമയത്ത് വല്യമ്മയുടെ കൂടെ നിൽക്കുമ്പോൾ ആ വല്യമ്മ അവിടെ ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകം ചൊല്ലു. അതെനിക്ക് ഭയങ്കര അട്രാക്ഷൻ, അത് ഭയങ്കര ആകർഷിച്ചു എന്നെ. അപ്പൊ അത് വല്യമ്മ എനിക്ക് എഴുതി തന്ന് ഞാനത് ദിവസവും ചൊല്ലാറുണ്ട്. അതുകൊണ്ടായിരിക്കാം രാത്രി കാലങ്ങളിൽ ഈ അത് കറുത്ത ടണൽ, അതിൽ വെളുത്ത പാർട്ടിക്കിള്, ആ വെളുത്ത പാർട്ടിക്കിളിനോടൊപ്പം തന്നെ എന്റെ രൂപം ഉണ്ടാവും. വെളുത്ത വസ്ത്രമായിരിക്കും. അതിങ്ങനെ, അത് നമ്മുടെ സിനിമയിലെ ഹനുമാൻ പറക്കുന്നത് പോലെ ഞാനും ഈ പാർട്ടിക്കിളും മുകളിലോട്ട് പറക്കും. അതിങ്ങനെ വികസിക്കുക, എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെ പോകും, കുറേ ദൂരം പോകും. എന്ത് പാർട്ടിക്കിളാണ് പറയുന്നത്? എനിക്ക് മനസ്സിലായി. വൈറ്റ് വെള്ള ഡാർക്ക് ടണലും. അങ്ങനെ ആകാശത്തിൽ ഒരു പാർട്ടിക്കിൾ കാണുന്നു എന്നാണോ പറയുന്നത്? കുറേ പാർട്ടിക്കിൾസ് ഉണ്ടാവും. അതിന്റെ കൂടെ ഞാനും ഉണ്ടാവും. അതിന്റെ ഒപ്പം ഞാനും വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഞാനും അതിന്റെ കൂടെ തന്നെ ആ പാർട്ടിക്കിളോടൊപ്പം തന്നെ അതിവേഗം ഇങ്ങനെ കുറേ ദൂരം ഇങ്ങനെ പറന്നുകൊണ്ടേയിരിക്കും. എത്ര ദൂരം പോയെന്ന് പറയാൻ പറ്റില്ല. പിന്നീട് അത് താഴോട്ട് വന്ന് അതിവേഗത്തിൽ ചുരുങ്ങി ഒരു പോയിന്റിൽ ഞാൻ അപ്രത്യക്ഷമാവും. അപ്പോഴും ഞെട്ടി ഉണരുകയാണ് ചെയ്യുക. പക്ഷെ അതിന്റെ അർത്ഥമൊന്നും അന്നേരം ഒന്നും മനസ്സിലായില്ല എനിക്ക്. ഇത് എത്ര വയസ്സിലാണ്? അതൊരു 6ാം ക്ലാസ് പഠിക്കുമ്പോൾ, 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായി. അന്ന് തൊട്ടേ ഉണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴും അമ്മയോട് പറഞ്ഞപ്പോഴും പറയൂ, അത് പിന്നെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അത് മോശമായ ചിന്തകൾ കൊണ്ട്, അത് പ്രാർത്ഥിച്ച് കിടന്നാൽ മതി, അങ്ങനെ അതെല്ലാം മോശമാണ്, അങ്ങനെയാണ്, അനുകൂലമായ ഒന്നും പറയൂല ആരും. അങ്ങനെയാണ് ഉണ്ടാവുക. അത് ഇപ്പോഴും തുടർന്നുകൊണ്ട് ഇടക്കിടക്കെല്ലാം അല്ല ഇപ്പോഴും അടുത്ത ദിവസങ്ങളും അങ്ങനെ കണ്ടിട്ടുണ്ട്. അതിപ്പോഴും കാണാറുണ്ട് ഈ പ്രായത്തിലും. 2-3 ദിവസം മുന്നേയും കണ്ടിരുന്നു ഇതേപോലെ. പക്ഷെ ഇപ്പൊ ഈ 2 ദിവസം ആയിട്ട് ഇത് കുറച്ച് ദിവസങ്ങളായിട്ട് കാണപ്പെടുന്നത് എന്റെ കണ്ണിൽ ഇതേപോലത്തെ രൂപങ്ങൾ പുറത്തേക്ക് പോകുന്നു. പക്ഷെ അതിൽ ഞാനില്ല. മറ്റു വൈറ്റ് പാർട്ടിക്കിളും ഈ ഡാർക്ക് ടണലിലെ കൂടി കുറേ, അത് കോടിക്കണക്കിന് വൈറ്റ് പാർട്ടിക്കിൾ ഇത് അതിവേഗം പറന്ന് എന്റെ കണ്ണിൽ നിന്ന് എക്സ്പാൻഡ്, അത് കുറച്ച് വീതിയിൽ, പിന്നെ അങ്ങോട്ട് ദൂരെ പോയിട്ട് ഒരു പോയിന്റിലേക്ക് അവസാനിക്കും. അപ്പൊ ഈ 6 വയസ്സ് കഴിഞ്ഞ് ഇത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെന്താണ് സംഭവിച്ചത്? പിന്നീട് ഇതുപോലെ തന്നെ എനിക്ക് എന്റെ ജീവിതത്തിലും കുടുംബാംഗങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അപകടങ്ങള് അല്ലെങ്കിൽ മരണങ്ങള് ഇതെല്ലാം സംഭവിക്കുന്നത് എനിക്ക് മുൻകൂട്ടി സ്വപ്നം കാണും. അതും ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിട്ടാണ് കാണുക. അത് അപകടമാണെങ്കിൽ ആൾക്കാരുടെ മുഖം എല്ലാം കാണിക്കും.
പക്ഷെങ്കിൽ മരണമാണെങ്കിൽ മുഖം കാണിക്കില്ല, വീടും മറ്റുള്ളവരെല്ലാം കാണിക്കും. അപ്പം പക്ഷെ അത് ഒരു ചെറുതിൽ അങ്ങനെ ഉണ്ടായപ്പോ അവസരം പറഞ്ഞപ്പോഴും അമ്മ പറഞ്ഞു അങ്ങനെ അതുപോലെ തന്നെ സംഭവിച്ചുകൊണ്ട് അമ്മ പറയും ഇത് കരുനാക്കാണ് അങ്ങനെ. അതിനുശേഷം അത് അങ്ങനെ പറയുന്നതുകൊണ്ട് മറ്റുള്ളവരെ കുത്തുവാക്ക് പറയുന്നതുകൊണ്ട് ഞാനത് പിന്നെ അങ്ങനെ തുറന്ന് ആരോടും പറയാറില്ല. കരുനാക്കാണോ? ശരിക്കും കരുനാക്കാണോ? എനിക്കറിയില്ല. ഇല്ല 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 അത് പറഞ്ഞ പോലെ സംഭവിച്ചതുകൊണ്ട്, ഞാൻ സ്വപ്നം കണ്ടത് പറഞ്ഞത് കൊണ്ട് അതുപോലെ സംഭവിച്ചല്ലോ, അതുകൊണ്ട് അമ്മ പറഞ്ഞ് അങ്ങനെ. അതുകൊണ്ട് പിന്നെ ആരോടും പറയാറില്ല ഇങ്ങനെ കണ്ടതൊന്നും. പിന്നെന്തുണ്ടായി അത് കഴിഞ്ഞിട്ട്? അത് കഴിഞ്ഞിട്ട് പിന്നെ 2000 സഹജയോഗയെ കുറിച്ച് അറിയാനിടയായി. അങ്ങനെ അവിടെ മെഡിറ്റേഷനിൽ പോയി. അപ്പൊ അവിടുന്ന് ഒരാഴ്ച കൊണ്ട് തന്നെ എനിക്ക് ഈ ആസ്ട്രൽ ബോഡി ട്രാവലിംഗ് ഉണ്ടായി. അത് ഇതേപോലെ തന്നെ ഞാൻ മെഡിറ്റേഷനിൽ അതേ ലെവലിൽ തന്നെ ചമ്രം പഠിച്ചിരിക്കുന്ന അതേ ലെവലിൽ തന്നെ, പക്ഷെ വെള്ള വസ്ത്രം എടുത്തിട്ടായിരിക്കും ഞാൻ മുകളിലോട്ട് ഇതേപോലെ തന്നെ. എന്റെ സൗണ്ട് കൂടെ വരൂ എന്നിങ്ങനെ പറഞ്ഞു ഒരു സൗണ്ടും ഉണ്ടാവും. അത് മേളിൽ നിന്ന് വിളിക്കുകയാണ് കൂടെ വരൂ. മേളിൽ നിന്ന് കൂടെ വരുമെന്ന്. അതേപോലെ എത്ര ദൂരം പോയി ഞാൻ ഇതേപോലെ എല്ലാ ഗ്രഹങ്ങളും ഭൂമിയെല്ലാം നമ്മൾ ഈ പൂർണ്ണചന്ദ്രനെ കാണുന്ന പോലെയാണ് എല്ലാ ഗ്രഹങ്ങളെയും ഭൂമിനെ എല്ലാം കാണുക ഞാൻ. അത് എത്ര ദൂരം പോയെന്ന് പറയാൻ പറ്റൂല. വളരെയധികം കഴിഞ്ഞിട്ട് അമ്മ നേരെ അത് മേളിൽ ഉയർന്നു പോയോ? അവരുടെ കൂടെ പോയി. പോയി. അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കൂടെ വരൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ കുറെ ദൂരം പോയപ്പോഴും പറഞ്ഞു താഴോട്ട് നോക്കുമെന്ന് പറഞ്ഞു. താഴോട്ട് നോക്കിയപ്പം ചെറിയൊരു ബോളിന്, അത് പൂർവ്വചന്ദ്രനെ പോലെ തന്നെ പിന്നെ വെളുത്ത ആകൃതിയിൽ ഭൂമി കണ്ട് അതിൽ അച്ഛൻ, അമ്മ, ഭർത്താവ് ഇവരെല്ലാം കാണിക്കണം. വളരെ ചെറിയ പൊട്ടുപോലെ കാണുകയാണ്. ജീവിച്ചിരിക്കുന്ന താഴെയുള്ള ആൾക്കാരെ താഴെ കാണുക. ചെറിയ ഗോളത്തിൽ. അത് ഈ നിലാവ് പോലെ തന്നെ പൂർണ്ണചന്ദ്രനെ നമ്മൾ കാണുന്ന പോലെ തന്നെയാണ് കാണുന്നത്. ഭൂമിനെ ഞാൻ പൂർണ്ണചന്ദ്രനെ പോലെയാണ് കാണുന്നത്. അതിന്റെ മുകളിൽ ഈ ചെറിയതായിട്ട് ഇവരെല്ലാം കാണിക്കും. അപ്പൊ അവരെ കാണിച്ചപ്പോഴ് എനിക്ക് അയ്യോ ഞാൻ അവരെ വിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴും എന്നാ അവ നല്ല കുറച്ച ശബ്ദത്തിൽ എന്നാ പോടുക എന്ന് പറഞ്ഞിട്ട് ഒറ്റ വിടലേ. അപ്പൊ ഞാൻ ശരീരത്തിൽ അത് വന്ന് വീണ് ഞാൻ ജർക്ക് ചെയ്തു. എന്റെ ശരീരം അങ്ങനെ ജർക്ക് ചെയ്തു പോയി. അതേപോലെ 2-3 പ്രാവശ്യം ആവർത്തിച്ചു അങ്ങനെ. അത് ഇവിടെ സഹജയോഗത്തില് മെഡിറ്റേഷൻ ചെയ്തിരിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത് അല്ലേ? ഔട്ട് ഓഫ് ബോഡി ട്രാവൽ. അങ്ങനെ വീട്ടിൽ നിന്ന് ആയപ്പോഴും കുറെ സമയം, എത്ര സമയം എടുക്കുമെന്ന് അറിയില്ല. അപ്പൊ മറ്റുള്ളവർക്ക് പ്രശ്നമായത് ഇത്രയും സമയം ഇങ്ങനെ വെറുതെ ഇങ്ങനെ. ഇപ്പൊ മറ്റുള്ളവരെ തെറ്റിദ്ധരിച്ച് അപ്പൊ പിന്നെ തുടരാൻ വേണ്ടി സമ്മതിച്ചില്ല അത്. അതുകൊണ്ട് അത് നിർത്തി. അതിനുശേഷം ഞാൻ സ്വപ്നം കാണുകയാണ്, ഞാൻ വെള്ള വസ്ത്രം എടുത്ത് കടലിലുള്ള ഒരു പാറേന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ധ്യാനത്തിലിരിക്കുന്നത്. അതാണ് സ്വപ്നം കാണുന്നത് ഞാൻ. അപ്പൊ അടുത്ത ദിവസം നമ്മളിവിടെ കലാകൗമുദി വാങ്ങാറുണ്ട്. അതില് ഒരു ലേഖനം കണ്ടു. അത് ബ്രഹ്മകുമാരീസിനെ കുറിച്ച്. ബ്രഹ്മകുമാരീസ്. അപ്പൊ ഇവിടുന്ന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനും ഭർത്താവും പറഞ്ഞു നമുക്ക് അവിടെ പോയിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭർത്താവ് എന്നെയും കൂട്ടിയിട്ട് അവിടെ പോയി. അവിടെ പോയപ്പോ എന്റെ ഇങ്ങനെ അവസ്ഥകളെല്ലാം കണ്ട് എന്നിട്ട് ഇങ്ങനെ സംഭവം എല്ലാം പറഞ്ഞപ്പം പറഞ്ഞ് ഞാൻ ഇവിടുത്തെ ഈ സ്വപ്നം കണ്ടതും അവരോട് പറഞ്ഞു. അപ്പം അവിടെ തന്നെ നിന്ന് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ വീട്ടിൽ തന്നെ ആഴ്ച എപ്പോഴും വല്ലപ്പോഴും ഇവിടെ വന്നിട്ട് ചെയ്താൽ മതി, പക്ഷെ ബാക്കി ദിവസങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ വീട്ടിൽ നിന്ന് ചെയ്യാൻ എല്ലാ അനുഭവം ഇല്ല. ഹസ്ബൻഡ് സപ്പോർട്ടായിരുന്നു അന്ന്? ഹസ്ബൻഡ് സപ്പോർട്ടാണ്. ഹസ്ബൻഡാണ് എനിക്ക് എല്ലാ പുസ്തകങ്ങളെല്ലാം കൊണ്ടുത്തരില്ല. ഹസ്ബൻഡ് പുസ്തകങ്ങൾ കിട്ടുന്നത് എന്റെ കൂടെയുള്ള അബിയുടെ ഭർത്താവ്, എന്റെ ഭർത്താവിന്റെ പെങ്ങളെ ഭർത്താവാണ്. ഓറ് പിന്നെ ഇങ്ങനെ കുറെ പുസ്തകങ്ങൾ വാങ്ങാറുണ്ട്. ഓരോരുത്തർ ലൈബ്രറി തന്നെ ഉണ്ട്, അവിടുന്ന് കൊണ്ടുവരും എന്നിട്ട് വായിക്കും. അങ്ങനെയാണ് ഉപനിഷത്തും വേദങ്ങളും ഇതെല്ലാം വായിക്കാനിടയായത്. അപ്പൊ ഈ സാഹചര്യത്തിൽ എനിക്ക് വീട്ടിൽ ഇഷ്ടം പോലെ സമയമുണ്ട്, പുറത്തൊന്നും പോകണ്ട, പഠിപ്പിക്കാൻ പോകണ്ട, വീട്ടിൽ തന്നെ പഠിപ്പിക്കുന്നതുകൊണ്ട് പുറത്തൊന്നും പോകണ്ട. അപ്പൊ വീട്ടിൽ ഇഷ്ടം പോലെ സമയമുണ്ട്. മറ്റു ജോലി ചെയ്യാൻ പറ്റത്തുണ്ട്, അനിയത്തി എല്ലാ ജോലിയും ചെയ്തോളും, ഭർത്താവും സഹായിക്കും. അനിയത്തി എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും, അനിയത്തി എല്ലാം ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇരുന്നിങ്ങനെ വായിച്ചാൽ ബ്രഹ്മകുമാരീസിലെ അത് എന്തുണ്ടായി അതിന്റെ എക്സ്പീരിയൻസ്? അവര് ഞാൻ പോയപ്പോ ഈ സംഭവം എല്ലാം പറഞ്ഞപ്പം പറഞ്ഞ് നിങ്ങൾക്ക് കാഴ്ച ആവശ്യത്തിനുള്ള കാഴ്ച മതി, അനാവശ്യമുള്ളത് കാണണ്ടാലോ, ആവശ്യമുള്ളത് കാണുന്നില്ലേ, പിന്നെ ഉൾക്കാഴ്ച കിട്ടിയാൽ അത് മതി. ഈ സ്വപ്നം കണ്ടപ്പം പറഞ്ഞു ഉൾക്കാഴ്ച ഉണ്ടല്ലോ. പിന്നെ അവർ ചോദിച്ചു
നിങ്ങളെ വീട്ടിൽ ഇതുപോലെ നിങ്ങളെ പിതാമഹ ആരെങ്കിലും മുൻഗാമികളായിട്ട് ആരെങ്കിലും ഇതേപോലെ ആത്മീയ തലത്തിലുള്ളവരുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം എന്റെ അച്ഛൻ്റെ അച്ഛൻ കൊടുങ്ങല്ലൂരെ കോമരായി വെളിച്ചപ്പാടായിരുന്നു. അപ്പൊ അവരെ സങ്കല്പത്തിൽ ഇവിടെ ഇപ്പോഴും കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോകുന്ന അത് വർഷത്തില് നമ്മളിങ്ങനെ ഇവിടുന്ന് അങ്ങനെ ആളെയെല്ലാം കൂട്ടിയിട്ട് പോകുന്നതാണ്. അച്ഛൻ്റെ അച്ഛൻ ഈ വെളിച്ചപ്പാടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു അവരുടെ ഒരു ആത്മാവിന്റെ അംശം നിങ്ങളിലുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയെല്ലാം കാഴ്ച തരുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഇത് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ ഇവിടെ എല്ലാന്നും പറ്റില്ല, നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്തോ എന്ന് പറഞ്ഞു. പക്ഷെ വീട്ടില് ആ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് പിന്നീട് എനിക്ക് സ്വപ്നം കാണുന്നത്, നീ എവിടെയും പോണ്ട, സമയമാകും, അത് നിനക്ക് വീട് വിട്ട് പോകേണ്ട ഒരു സമയം വരും, അപ്പോൾ പുറത്തു പോയിട്ട് ചെയ്താൽ മതി, ഇപ്പം തൽക്കാലം അങ്ങനെ തന്നെ തുടർന്നോ, വീട്ടിൽ നിന്ന് തന്നെ പിന്നെ ജീവിക്കാനുള്ള മാർഗവും കണ്ടെത്തും. ഇതെല്ലാം സ്വപ്നത്തിൽ പറയാണ്. അത് കൊടുങ്ങല്ലൂർ അമ്മയുടെ പടവും ദേവീന്റെ പടവും ഉണ്ടാകും, ചുവന്ന സാരി ഉടുക്കാൻ. എന്നിട്ട് പറഞ്ഞു 35 ദേവിയാണ് വന്ന് പറയുന്നത്, 35 വയസ്സ് കഴിഞ്ഞാൽ നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നല്ലതായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞു. എനിക്കൊരു അനുഗ്രഹമാണ്, ഈ അസുഖം നിനക്കൊരു അനുഗ്രഹമായിരിക്കും. അപ്പൊ അതിനുശേഷമാണ് ഇതെല്ലാം വായിക്കാനെല്ലാം സഹജയോഗ ചെയ്യാനെല്ലാം കഴിഞ്ഞത് തന്നെ ആ സ്വപ്നത്തിന് ശേഷം. സഹജയോഗത്തിൽ തന്നെ ആദ്യ സ്വപ്നം കാണുന്ന ഞാനിങ്ങനെ ദേവിയുടെ ഇതേപോലെ ചുവന്ന സാരി കൊടുത്ത ദേവിയുടെ പടം ആരതി ഒഴിയുന്നതാണ് ആദ്യ സ്വപ്നത്തിൽ കണ്ടത്. അപ്പൊ എനിക്ക് ഞാൻ ആരതി ഒഴിയുന്നു. പക്ഷെ ഞാനിവിടെ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. അമ്മയോടെ ഇങ്ങനെ പറഞ്ഞാണെങ്കിൽ ഈ ആചാരങ്ങൾക്കെതിരാണ്. മനസ്സിൽ ഇങ്ങനെ ഓം നമ ശിവായ ചൊല്ലും. ശിവനെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അവിടെ ശിവൻ അങ്ങനെ ആർഭാടമൊന്നുമില്ല, എന്നെ പോലെ ലളിതമാണ്. അപ്പൊ എനിക്ക് ശിവനെയാണ് ഇഷ്ടം. ഞാനിങ്ങനെ ഒന്നും ആചാരങ്ങളൊന്നും ചെയ്യൂല ചെറുതിലെ. അപ്പൊ അമ്മ എന്നെ വഴക്ക് പറയും അതൊന്നും ചെയ്യാത്തതുകൊണ്ട്. എനിക്ക് ഇന്നും ആചാരങ്ങളൊന്നും അത്ര ഇഷ്ടമാണ്. ഞാൻ മനസ്സിൽ ഇങ്ങനെ പറയാണ് ചെയ്യും, എപ്പോഴും മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുക. ഇത് പറയുന്നത് എവിടെയും പോകണ്ട, വീട്ടിൽ തന്നെ ഇരുന്ന് ജീവിതമാർഗം വീട്ടിൽ തന്നെ എനിക്ക് കിട്ടും, എവിടെയും പോകണ്ട. പിന്നെ വീട് വിട്ട് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ട്, വീട് നഷ്ടമാകും. വീട് നഷ്ടമാകുന്ന നേരത്ത് പുറത്തു പോയാൽ മതി, ഇനി പുറത്തു പോകാൻ ശ്രമിക്കണ്ടെന്ന് പറഞ്ഞു. വീട് നഷ്ടമാകുന്നു? എന്നിട്ട് നഷ്ടമായോ? അത് അറിയില്ല, എങ്ങനെയാണെന്ന് അറിയില്ല. ചിലപ്പോ ഉണ്ടാകാം, സാഹചര്യം ഉണ്ടാവാം, പറയാൻ പറ്റില്ല. ഇത് എത്ര വയസ്സിലാണ് ഇത് ഉണ്ടാവുന്നത് ഇങ്ങനെയുള്ള ഇതൊക്കെ? ഇത് 35 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ്. 35 വയസ്സ്. സഹജയോഗയുടെ എല്ലാം ബ്രഹ്മവൈരസിന്റെ എല്ലാം. അങ്ങനെ ഞാൻ ഇവിടുന്ന് പിന്നെ മാത്രമല്ല, ഇവിടെ ഇപ്പം ഞങ്ങൾ ഈ തറവാട്ടിലാണ് നിൽക്കുന്നത്. തറവാട്ടിൽ മറ്റുള്ളവരെല്ലാം അച്ഛന്റെ ജ്യേഷ്ഠന്മാരെല്ലാം എന്ത് ചെയ്ത് അവരെല്ലാം അവരെ വീതം വാങ്ങി അവര് വിറ്റ് വേറെ സ്ഥലങ്ങളിൽ പോയി. ഞങ്ങളിപ്പോ ഇവിടെ നടുക്ക് ഞങ്ങൾ മാത്രമാണ്. അപ്പൊ ഈ തറയിതെല്ലാം അച്ചാച്ചന്റെ തറയിതെല്ലാം ഞങ്ങളെ ഏൽപ്പിക്കും. ഞങ്ങളിപ്പം ഞാനാണിപ്പം കത്തിക്കുന്നത്, വിളക്കെല്ലാം കത്തിക്കുന്നത്. ഇപ്പൊ ഇവിടെ വിളക്ക് കത്തിക്കാൻ ആളുമില്ല. അപ്പം എന്ത് തറയാണത്? കാവാണോ അതോ തുളസി തറയാണോ? എന്താണത്? ഈ പ്ലാവ്, അതിന്റെ കൂടെ അരയാൽ മരം ചെറിയൊരിത്, അതിന്റെ ചോട്ടിൽ നമ്മൾ ഒരു സങ്കല്പമായിട്ട് കല്ല് ഇങ്ങനെ സിമെന്റിലിട്ട് ചെത്തി അത് ഒരു ഇതിന്റെ രൂപം തന്നെയുണ്ട്. നമ്മൾ തറാന്ന ഇവിടെ പറയാ, തറയുമില് വിളക്ക് കത്തിക്കാന്നാണ് പറയുക. അങ്ങനെ അത് ദേവിയുടെയും ഗുരു, അത് അച്ചാച്ചന നമ്മുടെ പിതാമഹന്റെ ഗുരുവായിട്ട് സങ്കല്പിച്ചിട്ട് അങ്ങനെയാണുള്ളത്. കോമ്പൗണ്ടിലാക്കിയിട്ടുണ്ട്, ആൽത്തറയോട് തൊട്ടിട്ട് തന്നെ കോമ്പൗണ്ട് കെട്ടിയിട്ട്. അതില് മറ്റുള്ളവർക്ക് അന്നത്തെ താല്പര്യം ഉള്ളവര് സംക്രമ പൂജക്ക് വരും മാസത്തില്. എല്ലാവരും ഈ അത്ര കുടുംബത്തിലൊന്നും അവർക്കൊന്നും ഇതിന് അത്ര താല്പര്യം കാണിക്കുന്നു. അങ്ങനെ അതുകൊണ്ട് ഇവിടെ തന്നെ താമസിച്ച് ഇവിടെ തന്നെ വിളക്ക് നിൽക്കുകയാണ്. അതിന് അങ്ങനെ 2016 ആദ്യമായിട്ട് എനിക്ക് ഈ ജോമെട്രിക്കൽ പാറ്റേണുകൾ കാണാൻ തുടങ്ങിയത്. അത് ആദ്യ ടണലും മാത്രമേ സ്ഥിരമായിട്ട് എന്നും കാണാറുള്ളൂ. ഈ ടണല് ഞാൻ നേരത്തെ പറഞ്ഞ ടണലും വൈറ്റ് പാർട്ടിക്കിളും അത് മാത്രം ആദ്യമേ കാണാറുള്ളൂ. അതെങ്ങനെയാണ് കാണുന്നത്? ടണൽ കാണുന്നത് സ്വപ്നത്തിലാണോ കാണുന്നത്, മെഡിറ്റേഷനിലാണോ? സ്വപ്നത്തിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഇങ്ങനെ വൈറ്റ് പാർട്ടിക്കിളും അതിന്റെ കൂടെ ഞാനും വെള്ള വസ്ത്രം എടുത്ത ഞാനും പറക്കും. അല്ല, ഞാൻ അങ്ങനെ എനിക്ക് കരുതുന്നത് ഞാൻ കരുതുന്ന ടണൽ പോലെ തോന്നിക്കുന്ന എനിക്ക് ടണലിലെ കൂടി നമ്മളിങ്ങനെ എനിക്ക് തോന്നുന്നതാണ്. അത് വൈറ്റ് ആയി ബ്ലാക്കും അതിൽ വൈറ്റ് പാർട്ടിക്കിളും അതിന്റെ കൂടെ ഞാനും ആദ്യം 6ാം വയസ്സിലെ 6ാം ക്ലാസ് പഠിക്കുമ്പോഴേ കാണുന്ന ആ സംഭവം. അതാണ്
ഇടക്കിടക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ 2016 മുതലാണ് ഈ ജോമെട്രിക്കൽ പാറ്റേൺ കാണാൻ തുടങ്ങിയത്. അതില് ആദ്യം കണ്ടത് ഈ റെക്ടാങ്കിൾ, ചതുരം. ചതുരത്തിൽ 4 മൂലെന്നും ശൂലങ്ങൾ വന്നിട്ട് മധ്യത്തിൽ 4 ശൂലം, അങ്ങനെയുള്ള രൂപങ്ങളാണ്. അതില് പിന്നെ യെല്ലോ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും, അതിന്റെ ഔട്ട്ലൈന് ബ്ലൂ ആയിരിക്കും. പിന്നെ ഈ ശൂലം ചുവപ്പ് നിറത്തിലും ആ ശൂലത്തിന്റെ മുകളിൽ ഓരോ ഗ്രീൻ ഡോട്ടും ഉണ്ടാവും. ഈ ചിദംബര ചക്രം കേട്ടിട്ടുണ്ടോ? ചിദംബര ചക്രം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? കേട്ടിന്, പക്ഷെ എന്താണെന്ന് അറിഞ്ഞൂടാ. അതൊരു മന്ത്രദീക്ഷ, എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു മന്ത്രദീക്ഷയാണ് ചിദംബര. അതായത് ശിവന്റെ പഞ്ചാക്ഷരി തന്നെ നമ്മൾ പല പഞ്ചഭൂതങ്ങളെ ബേസ് ചെയ്തിട്ട് നമ്മൾ പല രീതിയിൽ ഇത് ചെയ്യുന്ന ഒരു മന്ത്രദീക്ഷയാണത്. എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ മന്ത്രദീക്ഷ. ആ മന്ത്രദീക്ഷ അത് ഒരു ചക്ര രീതിയിൽ ചിദംബരത്തില് അവരത് എഴുതി വെച്ചിട്ടുണ്ട്. ചക്രങ്ങള് അത് ഓരോ കോളം വരച്ചിങ്ങനെ. അപ്പൊ അതിനകത്ത് അമ്മ ഈ പറയുന്ന പോലെ തന്നെ ശൂലങ്ങൾ ഇങ്ങനെ മിഡിലേക്ക് ഇങ്ങനെ സൈഡിനായിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ ഉണ്ട്. അപ്പൊ എനിക്കത് പെട്ടെന്ന് ഓർമ്മ വന്നു, പറഞ്ഞതേ ഉള്ളൂ. തുടർന്നോളൂ. അപ്പൊ അത് തുടർച്ചയായി 4 ദിവസം തുടർച്ചയായിട്ട് കണ്ടു. അപ്പൊ അത് വരക്കാൻ ഞാൻ ശ്രമിച്ചു. അതെല്ലാം കണ്ടാൽ ഞാൻ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. അതൊരു ഹോബിയായി മാറി, ചിത്രം ഇങ്ങനെ ജോമെട്രിക്കൽ പാറ്റേൺ ഇങ്ങനെ വരക്കുക എന്നുള്ളത്. വരച്ചുകൊണ്ടിരിക്കുമ്പോൾ പലതും ഇങ്ങനെ മനസ്സിലേക്ക് തോന്നിക്കും. ഈ ചതുരം ചാതുർവർണ്ണ്യമാണ്. അപ്പൊ എനിക്ക് അതെങ്ങനെയാണ് ഈ ചതുരം ചാതുർവർണ്ണ്യമാകുക? അപ്പോഴതിനെ തുടർന്നാണ് ഒരു ദിവസം വാർത്ത വന്നു. ഈ സ്ഥലം ഓർമ്മയില്ല, ഈ ഒരു ആഹാരം, താഴ്ന്ന ജാതിക്കാരനായ ഒരു ആഹാരം കെട്ടിട്ട് ആ കുട്ടീനെ അടിച്ചത്, അത് വാർത്ത വന്നു. എവിടെയായിരുന്നു അത്? ഇന്ത്യയിൽ തന്നെ, സ്ഥലം എവിടെ ഓർമ്മയില്ല എനിക്ക്. ഇന്ത്യയിൽ തന്നെ നടന്ന സംഭവമാണ്. ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു കുട്ടി വിശന്നപ്പോ ആഹാരം മോഷ്ടിച്ചിട്ട് അതിനെ മറ്റുള്ളവര് അടിച്ചത്. അപ്പൊ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ താഴ്ന്ന ജാതിക്കാരനായോണ്ട് മറ്റു ഉയർന്ന ജാതിക്കാരിൽ അവനെ അടിച്ച് പരിക്കേൽപ്പിക്കരുത്. അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്തിനാ ദൈവം ഇങ്ങനെ ഓരോ ജാതിയും മതയിലാക്കി എല്ലാരെയും ഒരുപോലെ ആക്കിക്കൂടെ എന്ന് ചിന്തിച്ചു. അപ്പോഴടുത്ത ദിവസം ഇതേപോലെ കലാകൗമുദിയിൽ ഒരു ലേഖനം വന്നു. ചാതുർവർണ്ണ്യത്തെ കുറിച്ചുള്ള ഒരു ലേഖനമാണ്. അത് പിന്നെ ആർ ഗോപിമണി സാർ എഴുതിയ ഒരു ലേഖനമാണ്. ആ ലേഖനത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ എന്താണ് ചാതുർവർണ്ണ്യം എന്ന് അദ്ദേഹം എഴുതിയത്. അതിൻ്റെ അകത്ത് നമ്മൾ ഇന്ന് കാണുന്ന പോലത്തെ ജാതിയല്ല, അത് ഓരോ മനുഷ്യന്റെയും ബുദ്ധി, കായിക ബലം, മനോഭാവം, കോൺഷ്യസ്നസ്, അത് തന്നെ. ഇവയെ അടിസ്ഥാനമാക്കി അതിനെ അടിസ്ഥാനമാക്കിയാണ് ജാതി ഭഗവാൻ പറഞ്ഞത്. അല്ലാതെ ഇന്നത്തെ കാണുന്ന പോലത്തെ ജാതിയല്ല. അത് ഭൗതിക തലത്തില് ഈ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ, അത് ജ്ഞാനികൾ, ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർ, ജ്ഞാനികളെ കുറിച്ചാണ്. പിന്നെ ക്ഷത്രിയ എന്ന് പറയാൻ കായിക ബലം, അത് പട്ടാളക്കാർ, അത് ലോകരക്ഷകരായിട്ട് ജീവിക്കുന്നവര്. പിന്നെ വൈശ്യർ കൃഷിക്കാരും കച്ചവടക്കാർ. പിന്നെ ശൂദ്രൻ എന്ന് പറയാൻ സേവകൻ എന്ന്, അത് ഭൗതിക തലത്തില്. പിന്നെ ആത്മീയ തലത്തില് ബ്രാഹ്മണൻ എന്ന് പറയാൻ പരമാത്മാവ്, ക്ഷത്രിയൻ ജീവാത്മാവ്, പിന്നെ വൈശ്യൻ നമ്മുടെ മനസ്സ്, ശൂദ്രൻ നമ്മുടെ ഇന്ദ്രിയങ്ങൾ. അമ്മയ്ക്ക് ഇത് എങ്ങനെയാണ് ഇത് ഡീകോഡ് ചെയ്ത് കിട്ടിയത്? ആദ്യം ഇത് കണ്ടു, ജോമെട്രിക്കൽ ഇത് കണ്ടു, അതിലൂടെ എങ്ങനെ അമ്മയ്ക്ക് അത് ഡീകോഡ് ചെയ്ത് കിട്ടി? അതിന്റെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ തോന്നിപ്പിക്കുകയാണ് ചതുരം എന്ന് പറഞ്ഞ ചാതുർവർണ്ണ്യമാണെന്ന്. റെക്ടാങ്കിൾ ആണല്ലോ എനിക്ക് ഫിഗർ കാണുന്നത്. അപ്പൊ ചതുരം എന്ന് പറഞ്ഞ ചാതുർവർണ്ണ്യം എന്നാണ് നിങ്ങൾ തോന്നിപ്പിക്കും. അപ്പൊ അതിനുശേഷമാണ് ഈ വാർത്ത കേൾക്കുന്നത്. ഈ താണ്ട ജാതിക്കാരന്റെ ആഹാരം മോഷ്ടിച്ച് അടിച്ചത്. അപ്പൊ അതിനുശേഷം ഗോപിമണി സാറിന്റെ ലേഖനം വായിക്കാനിടയായി. പക്ഷെ ഇതിന് ശേഷം എനിക്ക് ആ സ്വപ്നം കാണൂല. എനിക്ക് അതിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ച ഉത്തരങ്ങൾ ശരിയാണെന്നുള്ള ഏതെങ്കിലും സൂചന ഒന്നിക്കൽ പുസ്തകങ്ങളിലൂടെ അല്ലെങ്കിൽ ലേഖനങ്ങളിലൂടെയോ ചിലപ്പം പത്രത്തിലൂടെയും കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ പാറ്റേൺ അമ്മ അത് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡോക്യുമെന്റ് ചെയ്യണം.
ഓരോ ജോമെട്രിക്കൽ പാറ്റേൺസ് വരുന്നതും അത് വരച്ചു വെച്ചിട്ട് അമ്മയ്ക്ക് അത് എന്താണ് ഡീകോഡ് ചെയ്യുന്നതെന്ന് തോന്നുന്നത് അതിന്റെ താഴെ ഒരു സെപ്പറേറ്റ് പേജിൽ അത് എഴുതി വെക്കണം. അത് ഡോക്യുമെന്റ് ചെയ്യണം. അത് അങ്ങനെ അയച്ചിട്ടുണ്ടായിരുന്നു. മുന്നേ ഇമെയിൽ അബി അയച്ച ഇമെയിലും പിന്നെ അതിന് ശേഷം ഞാൻ വാട്സാപ്പിൽ അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ അങ്ങനെ അതിൽ നിന്ന് എനിക്ക് ചാത്തൂർ പറഞ്ഞ് എന്താണെന്ന് മനസ്സിലായി. ഇന്നത്തെ ആളുകൾ ചെയ്യുന്നതല്ല, ഇവിടെ ലോകത്തെ എല്ലാവരും ഒരേ ആത്മാവിന്റെ സന്തതികളാണ്, പരസ്പരം എല്ലാവരും സഹോദരന്മാർ. ആത്മീയ വായിച്ച അതിനെ കുറിച്ച് സ്വയം നിരീക്ഷിക്കും. അങ്ങനെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളെ നിരീക്ഷിച്ചപ്പോ ഇതേപോലെ 10 കുട്ടികൾ ഉള്ള ഒരു ക്ലാസ്സിൽ അതിൽ 1 or 2 പേര് നന്നായി ശ്രദ്ധിക്കും, ക്ലാസ്സിൽ ശ്രദ്ധിക്കും, നല്ല കെയർ ആയിരുന്നു, നല്ല കോൺസെൻട്രേഷനോടെ ശ്രദ്ധിക്കുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും വേഗം പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് മനസ്സിലാക്കി അവര് സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യും. അതിൽ 1-2 കുട്ടികൾ എന്ത് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യേണ്ട തോണ്ടുന്നു, അടിക്കുന്നു, പിടിച്ചുവലി, ഇതായിരിക്കും ക്ലാസ്സിലെ അവസ്ഥ. പിന്നെ ഒരു കൂട്ടർ എന്ത് ചെയ്യുക കുട്ടികൾ ഓരോ സാധനങ്ങൾ ക്ലാസ്സിൽ കൊണ്ടുവരും, പേന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളിപ്പാട്ടങ്ങൾ, ഇതെല്ലാം കൊണ്ടുവന്നിട്ട് മറ്റുള്ളവർക്ക് വിറ്റ് കാശാക്കും. ഈ ക്ലാസ് ടൈമിൽ ഇതിനെ ചെയ്യുന്നുണ്ടാവും, ഇതെല്ലാം പിടിക്കും ഞാൻ, പക്ഷെ വഴക്ക് പറയും. അങ്ങനെയാണ് ചെയ്യുക. പിന്നെ ഒരു കൂട്ടരുണ്ടാവും ക്ലാസ്സിൽ യാതൊരു ശ്രദ്ധയും ഉണ്ടാവില്ല, ഒന്നുകില് ബെഞ്ചിൽ കിടന്നുറങ്ങും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സേവനം ചെയ്തു, ഞാൻ എഴുതി തരാം, അല്ലെങ്കിൽ പേന താഴെ വീണ് പോയാൽ ഞാൻ എടുത്തു തരാം, ഇങ്ങനെ മറ്റുള്ളവരെ സേവിച്ചു കൊടുക്കുക. അവരെന്തെങ്കിലും കാശ് കൊടുക്കുക, സേവകരാണ്. ഇങ്ങനെയുള്ള കുട്ടികൾ അങ്ങനെയാണ് ഞാൻ നിരീക്ഷിച്ചപ്പം കണ്ടത്. അതേപോലെ കുടുംബാംഗങ്ങൾ ഒത്തുചേരുമ്പോൾ അവരെയും ഞാൻ നിരീക്ഷിച്ചു, അവരിൽ ഇതേ മനസ്വഭാവമുള്ളവർ ഉണ്ടാവും. ചില കുട്ടികൾ, നമ്മുടെ കുടുംബത്തിലെ കുട്ടികൾ ചിലപ്പോൾ ഞാൻ പറയുന്നതെല്ലാം ശ്രദ്ധിച്ചിരിക്കും, ചില കുട്ടി ഇതേപോലെ തന്നെ വികൃതി കളിക്കും, അല്ലെങ്കിൽ കായികപരം ഓടാനും അത് ഇതും, പിന്നെ അല്ലെങ്കിൽ മറ്റുള്ളവരെ അമ്മ ഈ 4 വർണ്ണങ്ങളും ഇതുമായിട്ട് കമ്പയർ ചെയ്യുവാണോ അതിലൂടെ? അതെ. നമ്മളുടെ DNA തന്നെ ഉള്ള ഒരു അവസ്ഥയാണെന്നാണ്. അതെ അതെ. ഇതുപോലത്തെ 4 തരം വ്യത്യസ്ത വ്യക്തികളെ എവിടെയും കാണാം. ഇന്നത്തെ നമ്മള് വേർതിരിച്ച ജാതിയല്ല. ശരിയാണ്. ഞാൻ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. അങ്ങനെ ഞാനത് ലേറ്റസ്റ്റ് ഞാനൊരു പോഡ്കാസ്റ്റിൽ ഞാനത് പറയുന്നുമുണ്ട്, ഡോക്ടർ രാജുമായിട്ടുള്ള ഒരു പോഡ്കാസ്റ്റിൽ അത് ഞാൻ പറയുന്നു. കൃഷ്ണനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. അപ്പം ആ കാലങ്ങളിലൊക്കെ നമ്മൾ ഈ ബ്രാഹ്മണിസവും പണ്ഡിറ്റും ആചാര്യനും ഇതൊക്കെ നമ്മൾ ആർജിച്ചെടുക്കുന്ന ഒരു പദവിയായിരുന്നു. നമ്മളുടെ കോൺഷ്യസ്നെസ്സിനനുസരിച്ച് ആ കോൺഷ്യസ്നെസ് ഏത് ലെവലില് നിൽക്കുന്നു എന്നറിഞ്ഞിട്ട് നമ്മുടെ ഗുരുക്കന്മാര്, ദ്രോണാചാര്യ, ഏത് ഗുരുക്കനായാലും അവര് നമ്മളുടെ ഇത് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിനെ അറിഞ്ഞ് അളന്ന് തരുന്ന ഒരു പദവിയായിരുന്നു ബ്രാഹ്മണിസവും പണ്ഡിറ്റും ആചാര്യനും എല്ലാം. പക്ഷെ ഇന്നത്തെ ആൾക്കാർക്ക് അത് അറിയില്ല, മനസ്സിലാക്കുന്നില്ല ആരും. അറിയില്ല. അപ്പൊ ഇത് ഉത്തരം കിട്ടിക്കഴിഞ്ഞ പിന്നെ അത് ആ സ്വപ്നം പിന്നെ കാണൂല, അത് പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല. അതിനുശേഷം ചാതുർവർണ്ണത്തിന്റെ ഉള്ള ആ ഒരു ഇത് കണ്ടു, ആ ഒരു ജോമെട്രിക്കൽ പാറ്റേൺ കണ്ടു. അത് അമ്മയ്ക്ക് തന്നെ അത് ഡീകോഡ് ചെയ്യാനും പറ്റി, ഇല്ലേ? അതെ. പിന്നെന്താണ് ഉണ്ടായത്? അതിനുശേഷം പിന്നീട് കാണുന്നതാണ് ഈ റെനെ ഡെസ്കാർട്ടയുടെ ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. പോസിറ്റീവ് നെഗറ്റീവ് ഡീറ്റെയിൽ സാധാരണക്കാർക്ക് ഇത് ചെയ്യുന്ന രീതിയിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ആ പാറ്റേൺ അയച്ചിട്ടുണ്ടായിരുന്നു. അത് XY
Z ആക്സിസ് ഉള്ളത്. കുട്ടികൾ 10ാം ക്ലാസ് കുട്ടികളെ അത് പഠിക്കുന്നതാണ്. ഉം. XYZ ആക്സിസ് വരച്ചിട്ട് അതിൽ ഓരോ പോയിന്റ് കണ്ടുപിടിക്കുക. ഓ. എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, മലയാളത്തിലെ സൂചക സംഖ്യ എന്ന് പറയും. ഉം. ഉം. അങ്ങനെ നമുക്ക് അത് ഇന്നും പ്രപഞ്ചത്തില് എവിടെ ഏത് സ്ഥാനവും കണ്ടെത്താൻ ഇന്നും സയന്റിസ്റ്റുകൾ ഉപയോഗിക്കുന്നതാണ് ആ മെത്തേഡ്. ബാലൻസ്. ആ പോയിന്റിന്റെ അതിന്റെ ഡിസ്റ്റൻസ് എല്ലാം കാണാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, നമ്മുടെ ഭൂമിയുടെ ഒരു ഇക്വിലിബ്രിയവും നമുക്ക് അതിനെ റിലേറ്റബിൾ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ? ഭൂമിയുടെ ഒരു ബാലൻസ് എന്ന് പറയുന്നത്, അതായത് ശേഷനാഗം എന്നൊക്കെ പറയത്തില്ലേ, അതിനെ പറ്റി ഒരു റിലേറ്റബിലിറ്റി ഉണ്ടോ ഈ സംഭവത്തിന്? അത് പാറ്റേൺ വരച്ചാല് നമുക്ക് പരാബോള ഇങ്ങനെയുള്ള നമ്മളിപ്പം തരംഗ രൂപത്തിലാണ് കിട്ടുക. അത് വരച്ചാൽ തരംഗ രൂപത്തിലായിരിക്കും. അപ്പൊ ഊർജ്ജ പ്രവാഹം തരംഗ രൂപത്തിലാണ് അത് ഡീകോഡ് ചെയ്യുന്നത്, സയന്റിഫിക് അല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്. ശേഷനാഗം അതാണ് ശരിക്കും പറഞ്ഞു, ഒരു പരാബോളിക് ഇതിലാണ് കിടക്കുന്നത്. പറഞ്ഞോളൂ. പിന്നെ അതും ഇതുപോലെ തന്നെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിക്കുകയാണ് ഇത് നമ്മുടെ മനസ്സാണ്. അത് വിശാലമായിട്ട് ഇങ്ങനെ റേഡിയസ് കൂട്ടി സർക്കിൾ വരക്കുക. റേഡിയസ് വർദ്ധിപ്പിച്ച് സർക്കിൾ വരക്കുമ്പോൾ നമുക്ക് ഇൻഫിനിറ്റി ആയിരിക്കും. ഇൻഫിനിറ്റിയിലേക്ക് പോകും. അത് തീരുന്നില്ല. ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പൊ ഒരിക്കലും അത് അവസാനിക്കുന്നില്ല. അപ്പൊ എനിക്ക് തോന്നിക്കുകയാണ് ഇത് പ്രപഞ്ച മനസ്സാണ്, ഇത് മനുഷ്യ മനസ്സാണ് എന്ന്. അപ്പൊ അതിൽ നമുക്കൊരിക്കലും എല്ലാവരും പറയും ബി പോസിറ്റീവ് ആകാന്ന്. അങ്ങനെ ഒരിക്കലും മനുഷ്യനാകാൻ പറ്റില്ല. എപ്പോഴും നമ്മൾ എത്ര പോസിറ്റീവ് ചെയ്യുക അത്രയും നെഗറ്റീവ് ചിന്തിച്ച് സീറോയിലേക്ക് വരും, ശൂന്യതയിലേക്ക് വരും. നമ്മൾ നിശബ്ദരായിരിക്കും. അപ്പൊ അത് നമ്മുടെ സാഹചര്യം കൂടിയുണ്ട്. അവിടെ 4 മണ്ഡലങ്ങളുണ്ട്. പോസിറ്റീവ്, പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവിലേക്ക്. അപ്പൊ നമ്മുടെ അതെ അപ്പൊ സാഹചര്യം എന്താണോ അത് എല്ലാവരും നല്ല പോസിറ്റീവായി മാത്രം പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആ ഫസ്റ്റ് മണ്ഡലത്തിൽ നമുക്കത് മുകളിലോട്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന കാണാൻ പറ്റും. അത് ഞാനത് സത്യയുഗം എന്ന് പേര് കൊടുത്തു. ഇപ്പൊ സത്യയുഗത്തിലെ മനുഷ്യരെല്ലാം എങ്ങനെയായിരിക്കും എന്ന് ഇത് അമ്മ തന്നെയാണ് ഇതെല്ലാം ഡീകോഡ് ചെയ്യുന്നത്, വേറെ ആരും ഞാൻ തന്നെ അപ്പം പക്ഷെ ഞാൻ ഇതിന് ശേഷം സ്വപ്നം കണ്ടാൽ ഞാൻ സാറിനോട് വിളിച്ച് ചോദിക്കും, ഗോപിമണി സാറിനോട് വിളിച്ച് ചോദിക്കും. അദ്ദേഹം ഒരു സയന്റിസ്റ്റും കൂടിയാണ്. ഇപ്പൊ റിട്ടയർ ആയി, നല്ല പ്രായമുണ്ട്. അദ്ദേഹം പുസ്തകങ്ങൾ എഴുതുന്ന ആൾ, പുസ്തകങ്ങളെല്ലാം എഴുതും. സയന്റിസ്റ്റ് ആയിരുന്നു. സയന്റിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഇത് ഡീകോഡ് ചെയ്ത് തരുമോ? ഇല്ല, അദ്ദേഹം എനിക്കൊരു ബുക്ക് അയച്ചു തന്നു. ആ ബുക്കിൽ സയന്റിഫിക് ആയിട്ട് ഇത് കണ്ടെത്തിയ കാര്യങ്ങൾ. അപ്പൊ അതിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത് ഈ റെനെ ഡെസ്കാർട്ടെ ആണ് എന്ത് പറഞ്ഞു, ഐ തിങ്ക് ദെർഫോർ ഐ ആം ഹിയർ എന്ന് അദ്ദേഹത്തിന്റെ ബുക്കിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഞാനിതിങ്ങനെ നമ്മുടെ മനസ്സാണ്, പ്രപഞ്ച മനസ്സാണെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഇതിങ്ങനെ വരച്ചുകൊണ്ടേയിരിക്കും, ഇങ്ങനെ ഇൻഫിനിറ്റിയിൽ ഇങ്ങനെ വരച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് പറ്റുന്ന ഇൻഫിനിറ്റി ഓർബിറ്റ് എന്ന് പറയുന്നില്ലേ, ഈ ഇൻഫിനിറ്റി ഓർബിറ്റ് അത് തന്നെ എക്സാക്ട്ലി ഈ ശേഷനാഗം എന്ന് പറയുന്ന സാധനം. ഈ ശേഷനാഗമാണ് നമ്മളുടെ യൂണിവേഴ്സിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നതെന്ന് നമ്മളുടെ പുരാണത്തിൽ പറയുന്നുണ്ട്. അമ്മയ്ക്ക് എക്സാക്ട് സാധനമാണ് കിട്ടിയിരിക്കുന്നത്. ശേഷനാഗം നിന്നിട്ട് അതാണ് ഇതിനെ ബാലൻസ് ചെയ്ത് നിർത്തിയിരിക്കുന്നതെന്ന് നമ്മളുടെ പുരാണത്തിൽ പറയുന്ന കാര്യം തന്നെയാണ് അമ്മയ്ക്ക് കിട്ടിയിരിക്കുന്നത്. പറയുന്നത് സാറിന്റെ ബുക്കിൽ രണ്ടും കമ്പയർ ചെയ്യും. ഉപനിഷത്തിലെയും വേദങ്ങളിലതും അതിന്റെ അകത്ത് ബ്രാക്കറ്റിൽ കൊടുക്കും. ഇപ്പോഴത്തെ മോഡേൺ സയന്റിസ്റ്റ് കണ്ടെത്തിയ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. രണ്ടും അതിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിന്റെ പിന്നെ റെനെ ഡെസ്കാർട്ടെ ഒന്നുകൂടി പറഞ്ഞ് ഐ പ്ലോട്ട് ദെർഫോർ ഐ എക്സിസ്റ്റ് എന്ന്. ഓക്കെ, അതും അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ കോട്ടാണ്, അദ്ദേഹത്തിന്റെ ഗ്രാഫാണ്. അത് അദ്ദേഹം പറഞ്ഞത് ഐ തിങ്ക് ദെർഫോർ ഐ ആം ഹിയർ. പക്ഷെ അദ്ദേഹത്തിന്റെ ഗ്രാഫ് പറയുന്നത് ഐ പ്ലോട്ട് ദെർഫോർ ഐ എക്സിസ്റ്റ്. ഓക്കെ, പക്ഷെ അത് പിന്നെ ഞാൻ ഇതുകൊണ്ട് എനിക്കത് വരച്ചിട്ട് എനിക്ക് അത് തൃപ്തി വരുന്നില്ല. പിന്നെയും വരച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നീട് പറഞ്ഞ യൂങ്ങിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ബുക്ക് തന്നെ അദ്ദേഹം തന്നെ പറഞ്ഞു. ഇങ്ങനെ യൂങ് ഈ ഡെസ്കാർട്ടയുടെ കാർട്ടീഷ്യൻ ഉപയോഗിച്ചത് ആളാണ്. അദ്ദേഹം സൈക്കോളജിയാണ് ഇത് ഉപയോഗിച്ചത്. യൂങ് സൈക്കോളജിയിൽ
ആണ് അദ്ദേഹം ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ഉപയോഗിച്ചത്. അപ്പൊ സൈക്കോളജിയിൽ എങ്ങനെയാണ് ഇത് റിലേറ്റ് ചെയ്യുന്നത് ഈ ഒരു കൺസെപ്റ്റ്? അദ്ദേഹം പറയുന്നത്, യൂങ് പറയുന്നത്, അദ്ദേഹം ഐ ക്രിയേറ്റ് ദ മൈൻഡ് ഓൺ ദ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്നാണ്. ഐ ക്രിയേറ്റ് ദ മൈൻഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് എക്സ് വൈ ആക്സിന്റെ അകത്ത് ഫീലിങ്സ് വരുന്നുണ്ട്. അതിന്റെ അകത്ത് ഞാൻ അതിന്റെ ഒരു ഡയഗ്രാം അയച്ചിട്ടുണ്ടായിരുന്നു, 2 ആഴ്ച മുമ്പിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. എക്സ് വൈ ആക്സിസ് തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. മനോമയ കോശവും ഇതുമായിട്ട് കണക്റ്റഡ് ആണെന്നാണ്. അതെ 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 ആ. അപ്പൊ അദ്ദേഹം അതില് എക്സ് വൈ ആക്സിസ് കൊടുത്തിരിക്കുന്നത് തിങ്കിങ് ആൻഡ് ഫീലിംഗ് ആണ്. തിങ്കിങ് ഫീലിംഗ് ആണ് എക്സ് ആക്സിസ് യൂങ് കൊടുത്തത്. പിന്നെ വൈ ആക്സിസ് സെൻസേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇൻറ്റ്യൂഷൻ. ഇൻറ്റ്യൂഷൻ അതാണ് മനോമയ കോശത്തിന്റെ ഒരു കംപ്ലീഷൻ ആണ് അത് പറയുന്നത്. അതെ അതെ അതെ. പിന്നീട് എന്നിട്ട് അദ്ദേഹം എഴുതുന്നത് ഇതെല്ലാം ചേർന്നതാണ്. അതായത് അദ്ദേഹത്തിന്റെ ബുക്കാണ് മോഡേൺ മാൻ ഇൻ സെർച്ച് ഓഫ് സോൾ. മോഡേൺ മാൻ ഇൻ സെർച്ച് ഓഫ് സോൾ.